ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കേരളത്തിൽ വടവാതൂർ ആസ്ഥാനമായി ബ്രദർ തോമസ് ജോർജ് എന്ന് പറയുന്ന പ്രവർത്തകന്റെ ശുശ്രൂഷ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗേറ്റ് ചർച്ച്, അതായത് പടിവാതിൽ സഭ, ഈ സഭയുടെ ഉപദേശങ്ങൾ പുതിയ നിയമം പഠിപ്പിക്കുന്ന ഉപദേശ രീതികൾക്ക് ഒത്തതല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനു മുമ്പ് 2 വീഡിയോ ഞാൻ നൽകിയിരുന്നു. ഗേറ്റ് ചർച്ച് പ്രധാനമായും പഠിപ്പിക്കുന്ന 12 വചന വിരുദ്ധതകളെയാണ് തുടർച്ചയായി ഇവിടെ ഖണ്ഡിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പുതിയ നിയമസഭ ഇസ്രായേൽ സഭയുടെ പിന്തുടർച്ചയല്ല, എന്തുകൊണ്ട് പിന്തുടർച്ചയല്ല എന്നതിലേക്ക് ചില ന്യായങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ ഈ 1-2 വീഡിയോയുടെ അടിസ്ഥാനത്തിലും ബ്രദർ PM എബ്രഹാം അവരുടെ ചില വീഡിയോകളുടെ അടിസ്ഥാനത്തിലും ബഹുമാനായ തോമസ് ജോർജ് അദ്ദേഹം അതിന് ഒരു മറുപടി ഞങ്ങളുടെ 2 പേരുടെയും പേരിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ സഹിഷ്ണുതയോടെ അദ്ദേഹത്തെ ആദ്യോടൊന്നും ഞാൻ ശ്രദ്ധിച്ചു. ആ പറഞ്ഞ മറുപടിയിൽ ഞങ്ങൾ പറഞ്ഞ ആശയത്തെ അദ്ദേഹം ഖണ്ഡിക്കാൻ ശ്രമിച്ചതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബ്രദർ ESനെയോ അല്ലെങ്കിൽ PM എബ്രഹാമിനെയോ ഖണ്ഡിക്കാനൊന്നുമുള്ള ശേഷിയൊന്നും ഞങ്ങൾക്കില്ല. എന്നാൽ ദൈവവചനമായ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന ഈ ഉപദേശ സത്യങ്ങളുടെ നിർമ്മലമായ സത്യങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഏക ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുള്ളൂവെന്ന്. ആകട്ടെ, ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം പറയുമ്പോൾ ദൈവവചന അടിസ്ഥാനത്തിന്മേൽ ഞങ്ങൾ ബിൽഡപ്പ് ചെയ്ത ഞങ്ങളുടെ ന്യായങ്ങൾ അദ്ദേഹം സസൂക്ഷ്മം കേട്ടിട്ട് അതിന് ഒരു മറുപടി പറയും എന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് ഞങ്ങൾക്ക് ഫലം കാണുവാനായിട്ട് ഇടയായില്ല. കാരണം അദ്ദേഹം ഈ ദൈവസഭ ഇസ്രായേൽ സഭയുടെ പിന്തുടർച്ചയല്ല എന്നതിലേക്ക് ഊന്നൽ നൽകി, ഞങ്ങൾ പറഞ്ഞതിന് അദ്ദേഹം ഊന്നൽ നൽകി പറഞ്ഞ മറുപടി ഒരൊറ്റ വിഷയത്തിൽ മാത്രം കേന്ദ്രീകൃതമായിരുന്നു. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് ദൈവം സാധിപ്പിച്ചത് കാൽവറിലെ ക്രൂശിലാണ്. ഞങ്ങൾക്ക് ആർക്കും അതേക്കുറിച്ച് യാതൊരു സംശയമില്ല. മാനവജാതിയുടെ വീണ്ടെടുപ്പ് ദൈവം സാധിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിലെ ക്രൂശിലാണ്. അതിന് അദ്ദേഹം പറയുന്നു, കാൽവറി കുന്നിൽ ദൈവം യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി യാഗമാക്കി തീർക്കുന്നതിന് യുഗങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നിത്യത്തിൽ വെച്ച് തന്നെ നമ്മുടെ രക്ഷാപദ്ധതി ദൈവം കർമ്മ പരിപാടി ചെയ്തിരുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ നിത്യമായ കർമ്മപരിപാടിയുടെ പ്രതിഫലനമാണ് കാൽവറിയിൽ കാണുന്നത്. വാസ്തവത്തിൽ അവിടെയാണ് ക്രിസ്തു തന്റെ രക്ഷാപദ്ധതി നിവർത്തിച്ചത്. അങ്ങനെ വരുമ്പോൾ ആദാം മുതൽ ഇങ്ങോട്ടുള്ള പഴയ നിയമകാലം മുതൽ ഇങ്ങോട്ടുള്ള സകല വിശുദ്ധന്മാരുടെയും വീണ്ടെടുപ്പ് സാധിപ്പിക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിലെ ക്രൂശിലാണെന്ന് അദ്ദേഹം വാക്യങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആർക്കും അതിൽ യാതൊരു വിഭിന്ന അഭിപ്രായവുമില്ല. ഞാൻ വളരെ വ്യക്തമായി മുൻപ് കാലങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളതും ഇപ്പോഴും പഠിപ്പിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ വിഷയം, ആദാം മുതൽ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യൻ വരെയുള്ള സകല മനുഷ്യന്റെയും വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ ആധാരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലിമരണമാണ്. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കുന്നതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും മെച്ചമായതൊന്ന് മുൻകരുതിയിരുന്നു. അവിടെ ഏറ്റവും മെച്ചമായതെന്ന് പറയുന്നത് മൃഗയാഗങ്ങൾ കൂടെ അല്ലെങ്കിൽ പ്രതിഭകര യാഗങ്ങൾ കൂടെ പാപത്തിന് പരിഹാരം തേടി വന്ന ഇസ്രായേലരുടെ അല്ലെങ്കിൽ പഴയ നിയമ ഭക്തന്മാരുടെ ആദാം മുതൽ ഏദൻ പർദീസ മുതൽ ഇങ്ങോട്ടുള്ള മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ പ്രതീകമായി അറുക്കപ്പെട്ട യാഗകർമാദികൾ മൃഗങ്ങളുടെ യാഗവും അതിന്റെ ചോരയുടെ ചൊരിച്ചിലും അതിന്റെ മാംസം ചുട്ട് അത് ചാമ്പലായി തീർക്കുന്ന പ്രവൃത്തിയുമായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടി ഏറ്റവും മെച്ചമായത് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രന്റെ കാൽവറിയിലെ
ശരീരയാഗമാണ്, മൃഗയാഗമല്ല, തൻ്റെ ശരീരയാഗമാണ്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി, അതായത് അവരുടെയും നമ്മുടെയും രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് കാൽവറിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. മിസ്റ്റർ ജോർജ് തോമസിൻ്റെ ആർഗ്യുമെൻറ്റുമായിട്ട് ഒരു എതിരഭിപ്രായവും ഇരിക്കില്ല. ബ്രദർ പി എം എബ്രഹാമിന് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ലോകത്തിലെ സകല മനുഷ്യൻ്റെയും രക്ഷ, അതായത് വരുവാനുള്ളത്രേ അവർ അന്വേഷിച്ചെന്ന് പറയുമ്പോൾ വരുവാനിരിക്കുന്ന കാൽവറിലെ യാഗത്തെയാണ് വിശ്വാസത്തിന്റെ കണ്ണുകളാൽ അവർ നോക്കി പാർത്തത്. ഓരോ മൃഗബലിയും, ഉദാഹരണം പറഞ്ഞാൽ അബ്രഹാം ഇസ്ഹാക്കിനെ ഈ പ്രതീകാത്മകമായി മോരിയ മലയിൽ യാഗം അർപ്പിക്കുമ്പോഴും വരുവാനുള്ള ക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗമരണത്തെ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ കണ്ടുകൊണ്ട് തന്നെയാണ് അബ്രഹാം ആ യാഗം അർപ്പിച്ചത്. സകലകാല വിശുദ്ധന്മാരുടെയും വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനം കർത്താവായ യേശുവും അവിടുത്തെ ക്രൂശിലെ മരണവുമാണ്. എന്നാൽ ഞങ്ങളുടെ ആർഗ്യുമെന്റ് ആദാം മുതൽ ഇങ്ങോട്ടുള്ള സർവകാല വിശുദ്ധന്മാരും ദൈവസഭയുടെ അംഗങ്ങളല്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ആദാം മുതൽ അവസാനത്തെ പാപി രക്ഷിക്കപ്പെടുന്ന പാപി വരെയും അവന്റെ ആത്മരക്ഷയുടെ അടിസ്ഥാനം കാൽവറിലെ ക്രൂശും കർത്താവിന്റെ രക്തച്ചൊരിച്ചിലുമാണ്. എന്നാൽ അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാവരും ദൈവസഭയുടെ അംഗങ്ങൾ അല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇന്ന് ഞങ്ങൾ അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു. കാരണം ദൈവസഭയുടെ സമാരംഭം പെന്തിക്കോസ്ത് ദിവസമാണ്. അതിലേക്ക് ചില ന്യായങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇന്നത് പറയാനായിട്ട് നിർവാഹമില്ല. അപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടിക്കകത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് സകല മനുഷ്യന്റെയും വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള യാഗമായിരുന്നു എന്നും ആ യാഗമരണത്താലാണ് സകല മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതെന്നും അപ്പോൾ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് സകല കാലത്തിലുള്ള മനുഷ്യനും ദൈവസഭയുടെ അംഗമാണെന്നാണ്. അങ്ങനെ വ്യക്തമായി അത് പറയുന്നില്ല, എങ്കിലും അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നു സകല കാലത്തിലുമുള്ള ആളുകളുടെയും ആത്മരക്ഷയുടെ അടിസ്ഥാനം കർത്താവായ യേശുവിന്റെ ക്രൂശമരണവും അവിടുത്തെ പുനരുദ്ധാനവുമാണ്. എന്നാൽ അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും ദൈവസഭയുടെ അംഗങ്ങളല്ല. പുതിയ നിയമ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പരിശുദ്ധാത്മ സ്നാനത്തിന് അംശികളായി തീർന്ന പുതിയ നിയമ വിശ്വാസികൾ മാത്രമാണ് ദൈവസഭയുടെ അംഗങ്ങൾ എന്നാണ്. മറ്റൊരു ദൈവമക്കളല്ല നിങ്ങൾ പറഞ്ഞല്ലോ, അവർ ദൈവമക്കളാണ്. ദേ മേ ഹാവ് ദെയർ ഡിഫറെന്റ് റാങ്ക്. അവർക്ക് അവരുടെ റാങ്ക് ഉണ്ടായിരിക്കാം. ദൈവസഭയുടെ റാങ്ക് ഇങ്ങനെയാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അതിലേക്ക് എത്ര വാക്യങ്ങൾ വേണമെങ്കിലും ഞങ്ങൾക്ക് തരാൻ കഴിയും. മത്തായി 16:12 കർത്താവ് പറഞ്ഞു, ഞാൻ സഭയെ പണിയും. അത് പഴയ നിയമ ഇസ്രായേലിനെ പുനരുദ്ധരിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, പുതിയതായ ഒന്നിനെ പണിയുന്നതിനെ കുറിച്ചാണ്. എഫേസ്യർ 2:20 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. ഇതാ ഞാൻ സിയോനിൽ വിലയേറുന്നതും ശോധന ചെയ്തതുമായ ഒരു മൂലക്കല്ല്, ഒരു അടിസ്ഥാന കല്ല് തന്നെ ഇട്ടിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ അവൻ ഓടിപ്പോകയില്ല എന്ന യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്ന വചനഭാഗവും കർത്താവായ യേശു ദൈവസഭയുടെ ഫൗണ്ടേഷനാണ്, അടിസ്ഥാനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ആ വിഷയത്തെ സംബന്ധിച്ച് സഭ സ്ഥാപിതമായത് ആദാമിലല്ല, സഭ സ്ഥാപിതമായത് ഏദനിലല്ല, സഭ സ്ഥാപിതമായത് മരുഭൂമിയിലല്ല, നോഹയുടെ കാലത്തല്ല, സീനായ് മലയിലല്ല, കാൽവറിലെ ക്രൂശിലുമല്ല, പെന്തിക്കോസ്തിലുമാണ് എന്നതിലേക്ക് 6-7 തെളിവുകൾ ദൈവം വെച്ചാൽ എൻ്റെ 3ാമത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ബ്രദർ തോമസ് ജോർജിന് സമയമുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും അതിന് മറുപടി പറയുമെങ്കിൽ ഞങ്ങൾക്കതിൽ അതിയായ സന്തോഷവുമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവർ പഠിപ്പിക്കുന്ന ഉപദേശത്തിലെ മറ്റൊരു പിശകാണ്. ആ പിശക് ഇതാണ്: 4 സുവിശേഷങ്ങൾ അത് പുതിയ നിയമസഭയുടെ ഭാഗമല്ല, അത് പഴയ നിയമ പുസ്തകത്തിന്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ടീച്ചിങ്ങിൽ പറയുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്നു ഏതാണ്ട് 52,500 വിശ്വാസികൾ ഇന്ത്യയിലോ ലോകവ്യാപകമായി ഉള്ളതും 125ഓളം സഭകൾ ഇതിനോടകം സ്ഥാപിതവുമായി ദൈവവചനം എന്ത് കൽപ്പിക്കുന്നുവോ അത് അങ്ങനെ തന്നെ അക്ഷരം പ്രതി പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു സഭയാണ് ഈ ഗേറ്റ് ചർച്ച് എന്നാണ്. ഏതായാലും ഗേറ്റ് ചർച്ച് ഇപ്പോൾ ആരംഭിച്ചിട്ട് 2000 വർഷമൊന്നും ആയില്ലല്ലോ, അല്ലെങ്കിൽ 1500 വർഷം ആയില്ലല്ലോ. ബ്രദറൻ ചർച്ചിന് പോലും 200 വർഷത്തെ സഭാ ചരിത്ര പാരമ്പര്യമാണുള്ളത്. പെന്തക്കോസ്തുകാർക്ക് ഏതാണ്ട് 150-160 വർഷക്കാലത്തെ ചരിത്ര പാരമ്പര്യമാണുള്ളത്. എന്നാൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ക്രിസ്തീയ സഭയ്ക്ക് 2000 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട്. അതായത് ഇവിടെ മുതൽ പുറകോട്ട് എണ്ണിക്കഴിഞ്ഞാൽ പെന്തക്കോസ്ത് നാൾ വരെയുള്ള 2000 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള, ശ്ലൈഹിക പാരമ്പര്യമുള്ള, അപ്പോസ്തലന്മാരാൽ സ്ഥാപിതമായ, കർത്താവിനാൽ സ്ഥാപിതമായ, അപ്പോസ്തലന്മാരാൽ
പിന്നെ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് കാരണമായി ഭവിച്ച സഭയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന ദൈവസഭ. അപ്പോൾ അവർ പറയുന്നത്, ഈ ഗേറ്റ് ചർച്ചുകാർ പറയുന്നത്, ഞങ്ങളെ കേൾക്കുന്നവർ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, 4 സുവിശേഷങ്ങൾ പുതിയ നിയമ പുസ്തകങ്ങളുടെ ഭാഗമല്ല. എത്ര മനോഹരമായൊരു വ്യാഖ്യാനം അത്. പുതിയ നിയമത്തിന്റെ ചരിത്രം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിന്റെ 39 പുസ്തകങ്ങളെ ബാബേലിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രയേൽ ജാതി, അതായത് നെബൂഖദ്നേസർ 3 പ്രാവശ്യമായിട്ട് ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോയിട്ട് എസ്രായുടെയും നെഹമ്യാവിന്റെയും സെരൂബാബിലിന്റെയും നേതൃത്വത്തിൽ ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി വന്ന ഇസ്രയേൽ ജാതിയുടെ ചരിത്രത്തിൽ BC 400-നും BC 500-നും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ വെച്ച് തന്നെ യസ്രാ ശാസ്ത്രിയും സംഘവും പഴയ നിയമ പുസ്തകങ്ങൾ, അതായത് ദൈവനിശ്വസ്തമായ പഴയ നിയമ പുസ്തകങ്ങളുടെ ലിസ്റ്റുകൾ അവർ അംഗീകരിച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ BC 383-400 നടത്ത കാലഘട്ടങ്ങളിൽ പഴയ നിയമത്തിലെ പുസ്തകങ്ങളുടെ എണ്ണം നിജപ്പെടുത്തിയിരിക്കുന്നത് 39ആണ്. നമ്മുടെ ഓർഡറല്ല അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയാണ് നമ്മുടേത്. അവരുടെ ഉൽപ്പത്തി മുതൽ ദിനവൃത്താന്ത പുസ്തകം വരെയാണ്. അവിടെയാണ് ഈ ഹാബേൽ തുടങ്ങി ദേവാലയത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അറക്കപ്പെട്ട സെക്രിയാ പുരോഹിതന്റെ രക്തം വരെ ഈ തലമുറയോട് ചോദിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ എബ്രായ ബൈബിളിന്റെ ക്രമം അനുസരിച്ചാണ് പറയുന്നത്. ദിനവൃത്താന്ത പുസ്തകങ്ങളില അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ പുസ്തകം അനുസരിച്ച് ഉൽപ്പത്തി മുതൽ മലാഖി വരെ അങ്ങനെ 39 പുസ്തകങ്ങളാണ്. ഈ 39 പുസ്തകങ്ങളല്ലാതെ 40-ാമതൊരു പുസ്തകത്തെ കൂടെ പഴയ നിയമ തിരുവെഴുത്തിന്റെ ഭാഗമായി യസ്രാ ശാസ്ത്രിയോ പഴയ നിയമത്തിലെ ഏതെങ്കിലും ശാസ്ത്രിമാരോ ഇസ്രായേൽ ജനമോ യഹൂദ സഭയോ അവർ അംഗീകരിച്ചിട്ടില്ല, അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരുടെ പവിത്ര ഗ്രന്ഥമായി അറിയപ്പെടുന്ന പഴയ നിയമം എന്ന് പറയുന്ന അവരുടെ പുസ്തകത്തിനകത്ത് 39 പുസ്തകങ്ങൾ സ്ഥിരീകരിക്കുന്നു. മലാഖി ഏതാണ്ട് ഈ 4-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് ഉത്തരാർത്ഥത്തിൽ തൻ്റെ പ്രവചനം പര്യവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ള ദൈവിക പരിപാടിയുടെ വളരെ വ്യക്തമാകുന്ന സംവിധാനം അവിടെ ദൈവം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏതാണ്ട് 400 വർഷക്കാലം 400 years സൈലന്റ് പീരീഡ്, നിശബ്ദ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഈ നിശബ്ദ കാലഘട്ടത്തിൽ അവർക്ക് പ്രവാചകന്മാരില്ല. ഈ നിശബ്ദ കാലഘട്ടത്തിൽ അവരിൽ നിന്ന് രാജാക്കന്മാരില്ല. ഈ നിശബ്ദ കാലഘട്ടത്തിൽ അവരിൽ നിന്ന് ഔദ്യോഗികമായ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയില്ല. പിന്നെ പുരോഹിത ശ്രേണിയിൽപ്പെട്ട ചില ആളുകളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെടുകയും അവരെ ശുശ്രൂഷ ചെയ്യുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള രേഖകൾ ചരിത്രത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായി അതില്ല. അതായത് അത് എല്ലാം 400 വർഷക്കാലം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ നിശബ്ദ കാലഘട്ടമാണ്. അവിടെ ഈ മലാക്കി പ്രവാചകന്റെ പുസ്തകം അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ വളരെ കൃതകൃത്യമായി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആ വാക്യത്തിന് ശേഷം ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ വാസ് പ്ലഞ്ച്ഡ് ഇൻ ടു 400 years ഓഫ് ഡാർക്ക്നെസ്, അതായത് ഹിസ്റ്റോറിക്കൽ ഡാർക്ക്നെസ്, ചരിത്രപരമാകുന്ന അന്ധകാരത്തിലേക്ക് ഇസ്രായേൽ വഴി വീഴുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായമാണ്. 4-ാം അധ്യായത്തിൽ വളരെ വ്യക്തതയോടുകൂടെ അവിടെ പറയുന്നു, ഈ എന്റെ നാമത്തെ ഭയപ്പെടുന്ന, 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു നീതി സൂര്യൻ ഉദിക്കും, അന്ന് മാത്രമേ നിങ്ങൾക്ക് രോഗോപശാന്തി, അതായത് പാപത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ പ്രവാചക വാക്യങ്ങൾ മുദ്രയിടുകയാണ്. ഇതിനുശേഷം 400 വർഷക്കാലത്തേക്ക് ദൈവം പ്രവാചകന്മാർ കൂടി ആ ജനത്തോട് സംസാരിച്ചിട്ടില്ല. അപ്പൊ അവരുടെ ഈ BC 7 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജാതി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള തിരുവെഴുത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് 39 പുസ്തകങ്ങൾ മാത്രമാണ്. അത് കഴിയുമ്പോഴാണ് മത്തായി സുവിശേഷകൻ തന്റെ സുവിശേഷം എഴുതുന്നത്. ആദ്യം എഴുതപ്പെട്ട മർക്കോസ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിത കാലം, അതായത് ക്രിസ്തുവിന്റെ ജനനം തുടങ്ങി യഹൂദിയ, ഗലീലിയ, ശമരിയ, ഈ 3 മണ്ഡലങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷകൾ, തന്റെ പ്രഭാഷണങ്ങൾ, പ്രഘോഷങ്ങൾ, ഇവയിലൂടെ പുരോഗമിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അറസ്റ്റ്, വിസ്താരം, ക്രൂശീകരണം,
അടക്കം, പുനരുദ്ധാനം, സ്വർഗാരോഹണം ഇത്യാദി ചരിത്രപരമായ രേഖകളെക്കുറിച്ച് വിവരിക്കുന്ന 4 പുസ്തകങ്ങളാണ്. ഈ 4 പുസ്തകങ്ങൾ വളരെ വ്യക്തതയോടെ പുതിയ നിയമ പുസ്തകങ്ങളാണ്. അവ പഴയ നിയമഭാഗത്തിന്റെ പുസ്തകങ്ങളെ അല്ല. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ മലാക്കി എന്താ പറഞ്ഞ, ഇനിയും എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഈ കർത്താവായ യേശു ഈ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞപ്പോൾ, അതായത് മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യനായി കന്യകാസുതനായി കാലിത്തൊഴുത്തിൽ അവിടുന്ന് ജനിച്ച് ലോകത്തിന്റെ വെളിച്ചമായി, യോഹന്നാൻ എന്ന് പറയുമ്പോൾ സർവ്വലോകത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന വെളിച്ചം, സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേ ഇരുന്നു എന്ന് പറയാണ്. പറഞ്ഞ ശേഷം ആ വെളിച്ചം ഞങ്ങൾ കണ്ടു, അത് അവൻ ദൈവത്തിന്റെ ഏകജാതനായവന്റെ ദേശായി ഞങ്ങൾ കണ്ടുവെന്ന് യോഹന്നാൻ 1:14 പറഞ്ഞിട്ട് മത്തായി യഹൂദന്മാർക്ക് വേണ്ടിയാണ് തന്റെ സുവിശേഷം എഴുതുന്നത്. മത്തായി യഹൂദന്മാർക്ക് വേണ്ടി തന്റെ സുവിശേഷം എഴുതുമ്പോൾ അദ്ദേഹം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്: സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും. ശ്രദ്ധിക്കണം, സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇടവന്നു. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. പുതിയ നിയമത്തിലെ 4 പുസ്തകങ്ങളും പുതിയ നിയമത്തിന്റെ ആരംഭ പുസ്തകങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതനാളുകളിലെ ചരിത്ര രേഖകൾ സംക്ഷിപ്തമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ 4 സുവിശേഷങ്ങൾ. അതിന് പഴയ നിയമവുമായി യാതൊരു ബന്ധവുമില്ല. ഗേറ്റ് ചർച്ചിന്റെ പ്രവർത്തകർ വാസ്തവത്തിൽ ഈ പുതിയ നിയമത്തിലെ 4 പുസ്തകങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ് പറയുമ്പോൾ 4 പുസ്തകങ്ങൾ, അത് പുതിയ നിയമത്തിന്റെ ഭാഗമല്ല, പഴയ നിയമത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കുന്നത് ഏത് വചനത്തിന്റെയും ഏത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ബഹുമാനായ മിസ്റ്റർ തോമസ് ജോർജ്, അങ്ങയോടെ ഞങ്ങൾ വിനയപുരസ്സരം ദൈവസ്നേഹത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് ചരിത്രരേഖയുടെ അടിസ്ഥാനത്തിൽ, ഏത് യഹൂദ വേദശാസ്ത്രികളുടെ ദൈവനിശ്വസ്തമായ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമത്തിലെ ഈ 4 പുസ്തകങ്ങൾ പഴയ നിയമത്തിന്റെ ഭാഗമാണ്, പുതിയ നിയമത്തിന്റെ ഭാഗമല്ല എന്ന് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ വിവരിച്ചെന്നാൽ അത് കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട്. ഞങ്ങൾ ഒരിക്കലും ആരെയും ആക്ഷേപിക്കാൻ തയ്യാറല്ല. അങ്ങ് ഞങ്ങളെപ്പോലെ കർത്താവിന്റെ വില ചെയ്യുന്ന ഒരു ശുശ്രൂഷകനാണ്. അങ്ങയുടെ വേലസ്ഥലം നിയന്ത്രിക്കുന്നത് ഞങ്ങളല്ല. അത് ദൈവവചനത്തിന്റെ പത്യോപദേശങ്ങൾക്ക് എവിടെയെങ്കിലും കോട്ടമുണ്ടായി കഴിഞ്ഞാൽ അതിനെ തിരുത്തുക എന്നുള്ളത് ഞങ്ങളുടെ വ്യക്തിപരമാകുന്ന ദൗത്യമായതുകൊണ്ടും കർത്താവിനുള്ള കടപ്പാടായതുകൊണ്ടുമാണ് തിരുവെഴുത്ത് മാത്രം വെച്ച് ഞങ്ങൾ ഈ ഉപദേശ വിഷയങ്ങളെ കണ്ടേക്കുന്നത്. ദയവായി ഒരു കാര്യം ചെയ്യുക, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പഴയ നിയമ പുസ്തകത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ ഭാഗമാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങൾ എന്നും അവ പുതിയ നിയമ പുസ്തകങ്ങളല്ല എന്നും അങ്ങ് സമർത്ഥിക്കുന്ന സ്ഥിതിക്ക് അതിനുള്ള അടിസ്ഥാന ആധാരം എന്താണ്, വേദാധാരം എന്താണ്, ചരിത്രാധാരം എന്താണ്? യഹൂദന്മാർക്കായി അന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന കാനോനിക ഗ്രന്ഥങ്ങൾ അവ 39 അത് 39 1 40 43 അതിനുള്ള ചരിത്രരേഖ എവിടെ? ഇത്രയും കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ പരിസമാപിക്കുകയാണ്. ഞാൻ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് ഇതിൻ്റെ 4ാമത്തെ വീഡിയോയുമായി രംഗത്ത് വരുമ്പോൾ ഞാൻ സഭ എന്തുകൊണ്ട് പെന്തിക്കോസ്ത് നാളിൽ തന്നെയാണ് ഉത്ഭവിച്ചത് എന്നുള്ളത് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറയുന്നത് പൗലോസ് മുഖാന്തരമാണ് സഭ ഉണ്ടായത്. അതിനു മുമ്പ് സഭയ്ക്ക് 2 വീക്ഷണങ്ങളുണ്ട്. ഒന്ന് യഹൂദ സഭ, 2 ഈ പൗലോസ് സഭ. അപ്പം നിങ്ങൾ പത്രോസിന്റെയും പൗലോസിന്റെയും നേതൃത്വമുള്ള ശുശ്രൂഷയുടെ ഫലങ്ങളെ ആയിരിക്കാം ഈ നിലയിൽ വിഘടിപ്പിച്ച് ദൈവസഭയെക്കുറിച്ച് ചിന്തിക്കുന്നതിന്റെ കാരണം ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ആരോടും പകയോ വിദ്വേഷമോ ഒന്നുമില്ല. അങ്ങയെ താഴ്ത്തി കെട്ടിയിട്ടോ അങ്ങയെ മോശക്കാരനാക്കിയിട്ടോ അങ്ങയുടെ ഉപദേശങ്ങളെ സംബന്ധിച്ച് ഇത് തികച്ചും വേദവിപരീതമാണെന്ന് ഞങ്ങൾ ഇത് പ്രഘോഷിച്ചിട്ടോ ഞങ്ങൾക്ക് ആരും ശമ്പളമൊന്നും പ്രത്യേകിച്ച് ഇവർ തരാനായിട്ടില്ല. ഞങ്ങളങ്ങനെ ആരുടെയും വശീകരണ വാക്കിൽ വീഴുന്നവരുമല്ല. ഞങ്ങളുടെ ലക്ഷ്യം അങ്ങ് പഠിപ്പിക്കുന്ന ഈ ഉപദേശം തിരുവചനത്തിനോട് യോജിച്ചല്ല എന്നുള്ളതുകൊണ്ട് അതേക്കുറിച്ചൊരു ബോധവൽക്കരണം വരുത്തുക എന്നുള്ളത് മാത്രമാണ്. ദൈവം സഹായിക്കട്ടെ. ഇതിന് മറുപടി പ്രതീക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയട്ടെ, ഈ മാതിരിയുള്ള ഉപദേശ വിരുദ്ധതകൾ
വാസ്തവത്തിൽ നിങ്ങൾ കേട്ട ഉടനെ തന്നെ അത് വിഴുങ്ങാതെ, നിങ്ങൾ ബെരോബയിലെ വിശ്വാസത്തെ പോലെ വെദർ ഇറ്റ് വാസ് സോ, അതായത് അങ്ങനെ തന്നെയോ എന്ന് എന്ത് ചെയ്യണം? എക്സാമിൻ ദി സ്ക്രിപ്റ്റേഴ്സ്, തിരുവെഴുത്തുകളെ ശോധന ചെയ്യുക. ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ.